ഹലോ സ്റ്റുഡൻറ്, ഇന്ന് നമ്മൾ +2 ഗോയിങ് ഫിസിക്സ് ക്ലാസ് ആരംഭിക്കുകയാണ്. +2 ഫിസിക്സ് സിലബസിനെ നമുക്ക് 3 ഭാഗങ്ങളായിട്ട് തിരിക്കാം. ഒന്ന് ഇലക്ട്രോ മാഗ്നറ്റിസം, സെക്കൻഡ് ഓപ്റ്റിക്സ് ആൻഡ് തേർഡ് വൺ മോഡേൺ ഫിസിക്സ്. ഇതിന് നമുക്ക് ആദ്യം എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിസം എന്ന് നോക്കാം. ഇലക്ട്രോമാഗ്നറ്റിസം എന്താണ് ഇലക്ട്രോമാഗ്നറ്റിസം എന്നറിയാമോ? ഇലക്ട്രിസിറ്റിയെ കുറിച്ചും മാഗ്നറ്റിസത്തിനെ കുറിച്ചും പഠിക്കുന്ന ഫിസിക്സിലെ ഒരു ബ്രാഞ്ച് ആണ് ഇലക്ട്രോമാഗ്നറ്റിസം എന്ന് പറയുന്നത്. ഇറ്റ് ഡീൽസ് വിത്ത് ദി സ്റ്റഡി ഓഫ് ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസം ആൻഡ് ദെയർ ഇന്റർ റിലേഷൻഷിപ്പ്. നൗ ഇലക്ട്രോമാഗ്നറ്റിസത്തിന്റെ 2 സബ് ബ്രാഞ്ചസ് ആണ്. ഒന്ന് ഇലക്ട്രോസ്റ്റാറ്റിക്സ്, സെക്കൻഡ് ഇലക്ട്രോഡൈനാമിക്സ്. ഓക്കെ, നൗ എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് നോക്കാം. It deals with the study of electric charges at rest. ഈ ബ്രാഞ്ചിൽ നമ്മൾ എന്തിനെ കുറിച്ചാണ് പഠിക്കുന്നത്? ചാർജസ് അറ്റ് റെസ്റ്റ്. അതായത് സ്റ്റേഷനറി ചാർജുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഠനമാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്. Here we study about the electrostatic force between two charges, electric potential, electric field, etc. അതേ സമയത്ത് ഇലക്ട്രോഡൈനാമിക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഡീൽസ് വിത്ത് ദി സ്റ്റഡി ഓഫ് ചാർജസ് ഇൻ മോഷൻ. ഈ ഭാഗത്താണ് നമ്മൾ എന്ത് പഠിക്കുന്നത്? കറന്റ്, ഇലക്ട്രിസിറ്റി, മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, എക്സെട്ര. അപ്പൊ ഈ 2 ബ്രാഞ്ചും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നമ്മൾ സ്റ്റഡി ചെയ്യുന്നത് ഇലക്ട്രിക് ചാർജസ് അറ്റ് റെസ്റ്റ് ആണ്, സ്റ്റേഷനറി ചാർജുകളുമായി ബന്ധപ്പെട്ട പഠനമാണ്. അതേ സമയത്ത് ഇലക്ട്രോഡൈനാമിക്സിനകത്ത് എന്തിനെ കുറിച്ചാണ് പഠിക്കുന്നത്? ചാർജസ് ഇൻ മോഷൻ. നൗ +2 സിലബസിന്റെ ഏതാണ്ട് പകുതിയോളം ഭാഗം ഇലക്ട്രോമാഗ്നറ്റിസവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. അതിലെ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്ന ഭാഗത്ത് തന്നെ 2 ചാപ്റ്റർ ഉണ്ട്. 1 ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്, സെക്കൻഡ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്. ഇനി ഇലക്ട്രോഡൈനാമിക്സ് എന്ന ഭാഗത്ത് മൊത്തം 6 ചാപ്റ്റർ ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് 1 കറന്റ്, ഇലക്ട്രിസിറ്റി, സെക്കൻഡ് മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം, തേർഡ് മാഗ്നറ്റിസം ആൻഡ് മാറ്റർ, ഫോർത്ത് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, ഫിഫ്ത്ത് ഓൾട്ടർനേറ്റിംഗ് കറന്റ് ആൻഡ് സിക്സ്ത് 1 ഇലക്ട്രോമാഗ്നറ്റിക് വേവ്. അപ്പൊ മൊത്തം 8 ചാപ്റ്റർ ഉണ്ട് ഈ ഭാഗത്ത് പഠിക്കാൻ. അപ്പൊ +2 ഫിസിക്സിന്റെ ഏതാണ്ട് പകുതിയോളം ഭാഗം എന്തുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു? ഇലക്ട്രോമാഗ്നറ്റിസവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. ഇവിടെ നമുക്ക് ഇതിലെ ആദ്യത്തെ ചാപ്റ്റർ നോക്കാം. ദാറ്റ് ഈസ് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്, ആൻഡ് ദാറ്റ് ചാപ്റ്റർ ഈസ് റിലേറ്റഡ് ടു വാട്ട്? ഇലക്ട്രോസ്റ്റാറ്റിക്സ്. ഈ ചാപ്റ്ററിൽ നമുക്ക് ആദ്യം പഠിക്കാനുള്ള കോൺസെപ്റ്റ് ഇലക്ട്രിക് ചാർജ് ആണ്. അപ്പൊ ഇലക്ട്രിക് ചാർജ് എന്ന് കേൾക്കാത്തവരായിട്ട് ആരും കാണില്ലല്ലോ. എന്താണ് ഇലക്ട്രിക് ചാർജ് എന്ന് പറയാമോ? ഇറ്റ് ഈസ് ദി intrinsic property of the matter due to which it produce and experience electric and magnetic effect. അതായത് മെറ്റീരിയൽ ബോഡിക്ക് ഇലക്ട്രിക് ചാർജ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ടാണ് ആ ബോഡിക്ക് എന്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്നത്? ഇലക്ട്രിക് എഫക്റ്റും മാഗ്നറ്റിക് എഫക്റ്റും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാനും എക്സ്പീരിയൻസ് ചെയ്യാനും സാധിക്കുന്നത്. ചാർജ് ഇല്ലാത്ത പാർട്ടിക്കിൾ ആണെങ്കിൽ അതിന് എന്ത് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കില്ല? ഇലക്ട്രിക്കൽ എഫക്റ്റോ മാഗ്നറ്റിക് എഫക്റ്റോ എക്സ്പീരിയൻസ് ചെയ്യാനോ പ്രൊഡ്യൂസ് ചെയ്യാനോ സാധിക്കുകയില്ല. സോ ഇലക്ട്രിക് ചാർജ് ഈസ് ദി ഇൻട്രിൻസിക് പ്രോപ്പർട്ടി ഓഫ് ദി മെറ്റീരിയൽ ബോഡി ഡ്യൂ ടു വിച്ച് it produce and experience electric and magnetic effect.
Now, electric charge is a scalar quantity. It is a scalar quantity. Now, its SI unit is coulomb. Its SI unit is coulomb, denoted by C. Now, what about the CGS unit of electric charge? It is stat coulomb, or അതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഇലക്ട്രോസ്റ്റാറ്റിക് യൂണിറ്റ്. ഇലക്ട്രോസ്റ്റാറ്റിക് യൂണിറ്റ് ഷോർട്ട് ആയിട്ട് അതിനെ ESU എന്ന് പറയും. Now, what is the relationship between coulomb and stat coulomb? 1 coulomb equal to 3 into 10⁻⁹ stat coulomb. Okay, this is the relationship between coulomb and stat coulomb. What about the dimension of electric charge? നമുക്കറിയാം ഇലക്ട്രിക് കറന്റ് I equal to Q/T ആണെന്ന് പഠിച്ചിട്ടില്ലേ? അങ്ങനെയാണെങ്കിൽ Q equal എന്ത് വരും? I into T. So the dimension of electric charge Q equal to what we get? Dimension of current is A. Dimension of time is T. So the dimension of electric charge is AT. Now, the charge of a proton. What is the charge of proton? Charge of proton equal to plus E, and the charge of electron equal to minus E, where E equal to 1.6 into 10⁻⁻⁹ coulomb. അതായത് പ്രോട്ടോണിന്റെ ചാർജ് പോസിറ്റീവും ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവുമാണ്. പ്രോട്ടോണിന്റെ ചാർജ് പ്ലസ് എയും ഇലക്ട്രോണിന്റെ ചാർജ് മൈനസ് ഇയുമാണ്. അവിടെ ഇ എന്ന് പറയുന്നത് എത്രയാണ്? 1.6 into 10⁻⁻⁹ coulomb. That means the charge of proton and electron are equal but opposite sign. Now, നമുക്കറിയാം എല്ലാ ബോഡിയും ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ് അല്ലേ? എന്താണ് കാരണം? നമുക്കറിയാം എല്ലാ ബോഡിയും നിർമ്മിച്ചിരിക്കുന്നത് ആറ്റം കൊണ്ടാണ് അല്ലേ? ഒരു ആറ്റത്തിനകത്ത് ഒരു ന്യൂക്ലിയസ് ഉണ്ട്. ആ ന്യൂക്ലിയസിനകത്ത് പ്രോട്ടോണും ന്യൂട്രോണും ഉണ്ട്. ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. ന്യൂട്രോൺ എന്തില്ല? ചാർജ് ഇല്ലെന്നുള്ള കാര്യം നമുക്കറിയാം. അതേസമയത്ത് പ്രോട്ടോണിന്റെ ചാർജ് പ്ലസ് ഇയും ഇലക്ട്രോണിന്റെ ചാർജ് മൈനസ് ഇയും ആണെന്നുള്ള കാര്യം അറിയാലോ. അപ്പോൾ ഒരു ആറ്റത്തിനകത്ത് എത്ര പ്രോട്ടോൺസ് ഉണ്ടോ അത്ര തന്നെ ഇലക്ട്രോൺസും ഉണ്ടായിരിക്കും. അപ്പൊ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അല്ലെ? ഒരാറ്റത്തിനകത്തുള്ള പ്രോട്ടോണിന്റെ എണ്ണവും ഇലക്ട്രോണിന്റെ എണ്ണവും എന്തായിരിക്കും? തുല്യമായിരിക്കും. അപ്പോൾ ആ ആറ്റത്തിനകത്ത് എത്ര പോസിറ്റീവ് ചാർജ് ഉണ്ടോ അത്ര തന്നെ നെഗറ്റീവ് ചാർജ് ഉള്ളത് കൊണ്ട് ആ ആറ്റത്തിന്റെ ടോട്ടൽ ചാർജ് എത്രയായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ എല്ലാ വസ്തുക്കളും നിർമ്മിച്ചിരിക്കുന്നത് ആറ്റം കൊണ്ടാണല്ലോ. ആറ്റം ഈസ് ഇലക്ട്രിക്കലി ന്യൂട്രൽ. അപ്പോൾ ഒരു ബോഡി എന്തായിരിക്കും? സ്വാഭാവികമായിട്ടും ഇലക്ട്രിക്കലി ന്യൂട്രൽ ആയിരിക്കും. അപ്പോൾ എപ്പോഴാണ് ഒരു ബോഡിക്ക് ചാർജ് ലഭിക്കുന്നതെന്ന് പറയാൻ പറ്റുമോ? പ്രോട്ടോണിന്റെയോ ഇലക്ട്രോണിന്റെയോ എണ്ണത്തില് എന്തെങ്കിലും അൺബാലൻസ് ഉണ്ടാവുമ്പോഴാണ് ആ വസ്തുക്കൾക്ക് എന്ത് ലഭിക്കുന്നത്? ചാർജ് ലഭിക്കുന്നത്. അപ്പോൾ എപ്പോഴാണ് ഒരു ബോഡിക്ക് പോസിറ്റീവ് ചാർജ് കിട്ടുന്നത് നോക്കാം. പോസിറ്റീവ്ലി ചാർജ്ഡ് ബോഡി. ഓക്കെ, നൗ നമുക്കറിയാം ഒരു ആറ്റം എന്ന് പറയുമ്പോൾ ആറ്റത്തിനകത്ത് ഒരു ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസിനകത്ത് എന്തൊക്കെയാണുള്ളത്? പ്രോട്ടോൺ ഉണ്ട്, പ്രോട്ടോണും ന്യൂട്രോണും ഉണ്ട് അല്ലെ? ഇലക്ട്രോൺ എന്ത് ചെയ്യുകയാണ്? ന്യൂക്ലിയസിന് ചുറ്റും റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം അറിയാലോ. നൗ ഒരാറ്റത്തിനകത്ത് 2 പ്രോട്ടോൺസ് ആണ് ഉള്ളതെന്ന് ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും ആ ആറ്റത്തിനകത്ത്? 2 ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും അല്ലേ? കാരണം ഒരു ആറ്റത്തിനകത്തുള്ള പ്രോട്ടോണിന്റെയും ഇലക്ട്രോണിന്റെയും എണ്ണം തുല്യമായിരിക്കും അല്ലേ? അപ്പോൾ എത്ര പോസിറ്റീവ് ചാർജ് ഉണ്ടോ അത്ര തന്നെ നെഗറ്റീവ് ചാർജ് ഉള്ളത് കൊണ്ട്
ഇതിന്റെ ടോട്ടൽ ചാർജ് എത്രയായിരിക്കും? 0 ആയിരിക്കുമല്ലോ. ഇനി എപ്പോഴാണ് ഒരു ബോഡിക്ക് പോസിറ്റീവ് ചാർജ് ലഭിക്കുന്നത് നോക്കാം. ആ ബോഡിയിൽ നിന്നും ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് ആ ബോഡിക്ക് എന്ത് ലഭിക്കുന്നത്? പോസിറ്റീവ് ചാർജ് ലഭിക്കുന്നത്. അപ്പൊ ഫോർ എക്സാമ്പിൾ ഇവിടെ ഇതിൽ നിന്നും ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു പോയി എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ടോട്ടൽ ചാർജ് എന്ത് വരുമെന്ന് നോക്കാം. പ്രോട്ടോണിന്റെ ടോട്ടൽ ചാർജും ഇലക്ട്രോണിന്റെ ടോട്ടൽ ചാർജും ആഡ് ചെയ്താൽ മതി അല്ലേ? അപ്പൊ ഇതിനകത്ത് എത്ര പ്രോട്ടോൺസ് ആണുള്ളത്? 2 പ്രോട്ടോൺസ് ഉണ്ട് അല്ലേ? ഒരു പ്രോട്ടോണിന്റെ ചാർജ് പ്ലസ് ഇ ആണെന്നുള്ള കാര്യം അറിയാലോ. അപ്പോൾ 2 പ്രോട്ടോണിന്റെ ചാർജ് എത്രയായിരിക്കും? +2e. ഇതിന്റെ അതിന്റെ കൂടെ എന്ത് ആഡ് ചെയ്താൽ മതി? ഇലക്ട്രോണിന്റെ ചാർജ് ആഡ് ചെയ്താൽ മതി. അപ്പൊ നേരത്തെ ഇവിടെ 2 ഇലക്ട്രോൺ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഒരു ഇലക്ട്രോൺ മാത്രമേ ഉള്ളൂ. ഒരു ഇലക്ട്രോണിന്റെ ചാർജ് എത്രയാണ്? -e ആണെന്നുള്ള കാര്യം അറിയാലോ. സോ 2e - e ദാറ്റ് ഈസ് q എത്ര കിട്ടും? +e എന്ന് കിട്ടും അല്ലേ? അതായത് ഈ ബോഡിക്ക് ഇപ്പോൾ എത്ര ചാർജ് ലഭിച്ചു? +e ചാർജ് ലഭിച്ചു. അപ്പോൾ എപ്പോഴാണ് ഒരു ബോഡിക്ക് പോസിറ്റീവ് ചാർജ് ലഭിക്കുന്നത്? ആ ബോഡിയിൽ നിന്നും ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് ആ ബോഡിക്ക് പോസിറ്റീവ് ചാർജ് ലഭിക്കുന്നത്. ഒരു ഇലക്ട്രോൺ ആണ് നഷ്ടപ്പെട്ടു പോകുന്നതെങ്കിൽ ആ ബോഡിക്ക് കിട്ടുന്ന ചാർജ് എത്രയാണ്? +e. 2 ഇലക്ട്രോൺ ആണ് നഷ്ടപ്പെടുന്നതെങ്കിൽ എത്ര ചാർജ് ലഭിക്കും? 2e അല്ലേ? 3 ഇലക്ട്രോൺ നഷ്ടപ്പെടുകയാണെങ്കിൽ എത്ര ചാർജ് ലഭിക്കും? 3e ആൻഡ് സോ ഓൺ. അങ്ങനെയാണെങ്കിൽ ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ n നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് നഷ്ടപ്പെട്ടു പോകുന്നതെങ്കിൽ ആ ബോഡിക്ക് ലഭിക്കുന്ന ചാർജ് എത്രയായിരിക്കും? q n + ne. ഓക്കെ, ഈ രീതിയിലാണ് ഒരു ബോഡിക്ക് എന്ത് ലഭിക്കുന്നത്? പോസിറ്റീവ് ചാർജ് ലഭിക്കുന്നത്. ഓക്കെ, അതായത് ആ ബോഡിയിൽ നിന്നും ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് ആ ബോഡിക്ക് എന്ത് ലഭിക്കുന്നത്? പോസിറ്റീവ് ചാർജ് ലഭിക്കുന്നത്. ഇവിടെ മറ്റൊരു പോയിന്റ് കൂടെ ശ്രദ്ധിക്കൂ. നമുക്കറിയാം ഇലക്ട്രോണിന്റെ മാസ് എന്ന് പറയുന്നത്, വാട്ട് ഈസ് ദി മാസ് ഓഫ് ദി ഇലക്ട്രോൺ? 9.1 × 10⁻³ കിലോഗ്രാം അല്ലേ? അപ്പോൾ ഒരു ഇലക്ട്രോൺ ഈ ബോഡിയിൽ നിന്നും നഷ്ടപ്പെടുന്നതിനനുസരിച്ച് അത്രയും മാസ് എന്തായി പോകും? നഷ്ടപ്പെടും അല്ലെ? ഇപ്പൊ ഒരു ഇലക്ട്രോൺ ആണ് നഷ്ടപ്പെടുന്നതെങ്കിൽ 9.1 × 10⁻³ കിലോഗ്രാം മാസും കൂടെ ട്രാൻസ്ഫർ ആവുന്നുണ്ട്. 2 ഇലക്ട്രോൺ ആണ് നഷ്ടപ്പെട്ടു പോകുന്നതെങ്കിൽ എത്ര മാസ് കൂടെ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്? 2 × 9.1 × 10⁻³ കിലോഗ്രാം. ഓക്കെ, അതിനർത്ഥം എന്ന് പറയുന്നത് പോസിറ്റീവ്ലി ചാർജ്ഡ് ബോഡിയുടെ മാസ് എന്ത് ചെയ്യും? സ്ലൈറ്റ്ലി കുറയും. ഓക്കെ, ഇനി നോക്കൂ, എപ്പോഴാണ് ഒരു ബോഡിക്ക് നെഗറ്റീവ് ചാർജ് ലഭിക്കുന്നത് നോക്കാം. ഒരു ബോഡിക്ക് ഇലക്ട്രോൺസ് അധികമായിട്ട് ലഭിക്കുമ്പോഴാണ് ആ ബോഡിക്ക് എന്ത് ചാർജ് ലഭിക്കുന്നത്? നെഗറ്റീവ് ചാർജ് ലഭിക്കുന്നത്. When a body gain electron, it become negatively charged. ഇവിടെ നോക്കൂ, ഈ എക്സാമ്പിൾ തന്നെ നോക്കൂ. ഇവിടെ നേരത്തെ 2 പ്രോട്ടോണും 2 ഇലക്ട്രോണും ആണ് ഉള്ളത് അല്ലെ? ഈ ബോഡിക്ക് ഒരു ഇലക്ട്രോണും കൂടെ അധികമായിട്ട് ലഭിക്കുകയാണെന്ന് ഇരിക്കട്ടെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ബോഡിയുടെ ചാർജ് എത്ര വരും? q = 2 പ്രോട്ടോൺ ആണ് ഉള്ളത്, അപ്പൊ അതിന്റെ ചാർജ് നമുക്കറിയാം 2e അല്ലെ? പ്ലസ് ഒരു ഇലക്ട്രോണും കൂടെ അധികമായിട്ട് കിട്ടുമ്പോൾ ഇപ്പോൾ 3 ഇലക്ട്രോൺ ഉണ്ട് അല്ലെ? ഒരു ഇലക്ട്രോണിന്റെ ചാർജ് നമുക്കറിയാം -e. അപ്പൊ 3 ഇലക്ട്രോണിന്റെ ചാർജ് എന്ന് പറയുന്നത് -3e. അപ്പൊ അങ്ങനെയാണെങ്കിൽ q നമുക്ക് എന്ത് കിട്ടും? -e. അപ്പൊ ഈ രീതിയിലാണ് ഒരു ബോഡിക്ക് എന്ത് ലഭിക്കുന്നത്? നെഗറ്റീവ് ചാർജ് ലഭിക്കുന്നത്. അതായത് ആ ബോഡിക്ക് ഇലക്ട്രോൺസ് അധികമായിട്ട് ലഭിക്കുമ്പോഴാണ് ആ ബോഡിക്ക് നെഗറ്റീവ് ചാർജ് ലഭിക്കുന്നത്. ഒരു ഇലക്ട്രോൺ ആണ് അധികമായിട്ട് ലഭിക്കുന്നതെങ്കിൽ ആ ബോഡിക്ക് ലഭിക്കുന്ന ചാർജ് -e. 2 ഇലക്ട്രോൺ ആണ് അധികമായിട്ട് ലഭിക്കുന്നതെങ്കിൽ ആ ബോഡിയുടെ ചാർജ് -2e. 3 ഇലക്ട്രോൺ ആണ് അധികമായിട്ട് ലഭിക്കുന്നതെങ്കിൽ ആ ബോഡിയുടെ ചാർജ് -3e ആൻഡ് സോ ഓൺ. അപ്പൊ ജനറൽ ആയിട്ട് പറയുമ്പോൾ n ഇലക്ട്രോൺ ആണ് ആ ബോഡിക്ക് അധികമായിട്ട് ലഭിക്കുന്നതെങ്കിൽ ആ ബോഡിയുടെ ചാർജ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? -ne. ഓക്കെ, ഇവിടെ ഇലക്ട്രോൺ അധികമായിട്ട് ലഭിക്കുകയാണ് അല്ലെ? ഒരു ഇലക്ട്രോണിന്റെ മാസ് 9.1 × 10⁻³ കിലോഗ്രാം അല്ലേ? അപ്പോൾ അത്രയും മാസ് കൂടുകയാണ്. അപ്പൊ ഒരു നെഗറ്റീവ്ലി ചാർജ്ഡ് ബോഡിയുടെ മാസ് എന്താണ്? സ്ലൈറ്റ്ലി എന്തായിരിക്കും? കൂടുതലായിരിക്കും. Now the next topic, methods of charging. Now there are 3 methods of charging. They are charging by friction, charging by induction and charging by conduction. നമുക്കിനി ഓരോ മെത്തേഡും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. Now charging by friction. ഈ മെത്തേഡ് മനസ്സിലാക്കാൻ വേണ്ടി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഒരു ഗ്ലാസ് റോഡ് എടുത്തതിന് ശേഷം ഒരു സിൽക്ക് ക്ലോത്തുമായിട്ട് നന്നായിട്ട് റബ്ബ് ചെയ്യുക. അതിനുശേഷം ആ ഗ്ലാസ് റോഡിനെ ചെറിയ ചെറിയ പേപ്പർ കഷ്ണങ്ങളുടെ അടുത്തോട്ടേക്ക് കാണിക്കുകയാണെങ്കിൽ
ആ ഗ്ലാസ് റോഡ് ആ പേപ്പർ കഷ്ണങ്ങളെ അട്രാക്ട് ചെയ്യുന്നതായിട്ട് കാണാം. ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് പറയാമോ? ഗ്ലാസ് റോഡും സിൽക്ക് ക്ലോത്തും തമ്മിൽ റബ്ബ് ചെയ്യുന്ന സമയത്ത് അവയ്ക്കിടയിലുള്ള ഫ്രിക്ഷണൽ ഫോഴ്സ് കാരണം ഗ്ലാസ് റോഡിൽ നിന്നും കുറച്ച് ഇലക്ട്രോൺ സിൽക്കിലോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ഗ്ലാസ് റോഡിന് പോസിറ്റീവ് ചാർജും സിൽക്കിന് നെഗറ്റീവ് ചാർജും ലഭിക്കും. ആ കാരണത്താലാണ് ഗ്ലാസ് റോഡ് ആ സ്മോൾ പേപ്പർ പീസസിനെ അട്രാക്ട് ചെയ്യുന്നത്. അപ്പൊ ഈ രീതിയിൽ വസ്തുക്കളെ ചാർജ് ചെയ്യുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? ചാർജിങ് ബൈ ഫ്രിക്ഷൻ എന്ന് വിളിക്കുന്നത്. ഇൻ ദിസ് മെത്തേഡ് ഏത് ബോഡിയാണോ ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കുന്നത് ആ ബോഡിക്ക് പോസിറ്റീവ് ചാർജും ഏത് ബോഡിയാണോ ഇലക്ട്രോണിനെ സ്വീകരിക്കുന്നത് ആ ബോഡിക്ക് നെഗറ്റീവ് ചാർജുമാണ് ലഭിക്കുന്നത്. So when glass rod is rubbed with the silk cloth, glass rod is getting positive charge and silk is getting negative charge. Now അടുത്ത മെത്തേഡ് ആണ് ചാർജിങ് ബൈ ഇൻഡക്ഷൻ. Now ഈ മെത്തേഡ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഒരു ബോഡിയെ ചാർജ് ചെയ്യുന്നത് നോക്കും. ഇതൊരു ന്യൂട്രൽ ബോഡി ആണെന്നിരിക്കട്ടെ, ഒരു മെറ്റൽ സ്പിയർ ആണെന്നിരിക്കട്ടെ. അതിനെ ഞാനൊരു ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡിന്റെ മുകളിൽ വയ്ക്കുകയാണ്. അതിനടുത്തോട്ടേക്ക് ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് ഗ്ലാസ് റോഡിനെ കൊണ്ടുവരികയാണ്. അപ്പൊ എന്തായിരിക്കും സംഭവിക്കുക എന്ന് നോക്കാം. ഇവിടെ ഇതിനകത്ത് നമുക്കറിയാം ധാരാളം ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട് അല്ലേ. ഇപ്പം ഈ ഗ്ലാസ് റോഡിന്റെ ചാർജ് പോസിറ്റീവ് ആണ്, ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവ് ആണ്. അപ്പൊ ആ ഇലക്ട്രോൺസ് എല്ലാം ഈ ഗ്ലാസ് റോഡ് അട്രാക്ട് ചെയ്യും. അതിന്റെ ഫലമായിട്ട് ഇലക്ട്രോൺസ് എല്ലാം ഈ സൈഡിലോട്ടേക്ക് വരും അല്ലേ. അപ്പൊ ഈ എൻഡിന് എന്ത് ചാർജ് ലഭിക്കും? നെഗറ്റീവ് ചാർജ് ലഭിക്കും. ഇവിടെ ഇലക്ട്രോണിന്റെ ഡെഫിഷ്യൻസി കാരണം ഇവിടെ എന്ത് കിട്ടും? പോസിറ്റീവ് ചാർജ് ലഭിക്കും. അതായത് ഒരു ചാർജ്ഡ് ബോഡിയെ മറ്റൊരു അൺചാർജ്ഡ് ബോഡിയുടെ അടുത്ത് കൊണ്ടുവരുന്ന സമയത്ത് ആ ബോഡിയുടെ നിയറർ ഫേസില് ഇതിന്റെ ഓപ്പോസിറ്റ് ചാർജും ഫർദർ ഫേസിൽ സിമിലർ ചാർജും ഇൻഡ്യൂസ് ചെയ്യുന്ന ഫിനോമിനയാണ് ചാർജിങ് ബൈ ഇൻഡക്ഷൻ എന്ന് വിളിക്കുന്നത്. Now ഈ മെത്തേഡില് ഇൻഡ്യൂസ്ഡ് മെറ്റൽ കണ്ടക്ടറിന്റെ കേസിലാണെങ്കിൽ ഇൻഡ്യൂസ്ഡ് ചാർജും ഇൻഡ്യൂസിങ് ചാർജും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കും. Now ഈ മെത്തേഡ് ഉപയോഗിച്ചിട്ട് എങ്ങനെ നമുക്കൊരു മെറ്റൽ സ്പിയറിനെ പോസിറ്റീവ്ലി ചാർജ് ചെയ്യാമെന്ന് നോക്കാം. അതിനാദ്യം ആ മെറ്റൽ സ്പിയറിനെ ഒരു ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡിന്റെ മുകളിൽ വയ്ക്കുക. എന്തുകൊണ്ടാണ് ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡിന്റെ മുകളിൽ വെക്കുന്നത് അറിയാമോ? ഈ ബോഡിക്ക് ചാർജ് ലഭിച്ചു കഴിഞ്ഞാൽ ആ ചാർജ് എർത്തിലോട്ടേക്ക് ലീക്ക് ചെയ്ത് പോകാതിരിക്കാനാണ് ഈ ബോഡി ഒരു ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡിന്റെ മുകളിൽ വെച്ചിരിക്കുന്നത്. ഇനി ഈ മെറ്റൽ സ്പിയറിനെ നമുക്ക് പോസിറ്റീവ്ലി ചാർജ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുക എന്നറിയാമോ? ഒരു നെഗറ്റീവ്ലി ചാർജ്ഡ് റോഡിനെ ഈ മെറ്റൽ സ്പിയറിന്റെ അടുത്തോട്ടേക്ക് കൊണ്ടുവരിക. ഈ റോഡിന്റെ ചാർജ് എന്താണ്? നെഗറ്റീവ് ആയിരിക്കണം. അപ്പൊ ഇവിടെ എന്ത് സംഭവിക്കുന്ന അറിയാമോ? ഇതിനകത്തുള്ള ഫ്രീ ഇലക്ട്രോൺസ് എല്ലാം ഈ നെഗറ്റീവ് ചാർജ്ഡ് റോഡിന്റെ പ്രസൻസ് കാരണം റിപ്പൽ ചെയ്ത് ഈ സൈഡിലോട്ടേക്ക് പോവുകയും ഈ എൻഡിന് എന്ത് ചാർജ് ലഭിക്കും? നെഗറ്റീവ് ചാർജും ഈ എൻഡിന് എന്ത് ചാർജ് ലഭിക്കും? ഇവിടെ ഇലക്ട്രോണിന്റെ ഡെഫിഷ്യൻസി കാരണം പോസിറ്റീവ് ചാർജ് ലഭിക്കും. അതിനുശേഷം ഈ റോഡ് റിമൂവ് ചെയ്യാതെ തന്നെ ഈ സ്പിയറിനെ ഗ്രൗണ്ടുമായിട്ട് കണക്ട് ചെയ്യുക. ഒരു വയർ ഉപയോഗിച്ച് ഗ്രൗണ്ടുമായിട്ട് കണക്ട് ചെയ്യുക, അതായത് എർത്ത് ചെയ്യുക. അപ്പൊ എന്ത് സംഭവിക്കുന്ന അറിയാമോ? ഈ ഇലക്ട്രോൺസ് എല്ലാം ഈ കണ്ടക്ടർ വഴി എർത്തിലോട്ടേക്ക് ലീക്ക് ചെയ്തു പോകും. അപ്പൊ ഈ ഇലക്ട്രോൺസ് എല്ലാം ഇവിടുന്ന് നഷ്ടപ്പെട്ടു പോകും അല്ലേ. പക്ഷെ പോസിറ്റീവ് ചാർജ് അവിടെ തന്നെ നിൽക്കും. എന്താ കാരണം? ഈ റോഡിന്റെ ചാർജ് നെഗറ്റീവ് ആണ്. ആ നെഗറ്റീവ് ചാർജ് ഇതിനെ അട്രാക്ട് ചെയ്ത് അവിടെ തന്നെ വെക്കും. അപ്പൊ ഇതിന് ഈ പോസിറ്റീവ് ചാർജിന് ഒന്നും സംഭവിക്കാതെ അത് അവിടെ തന്നെ നിൽക്കും അല്ലേ. ഇനി അതിനുശേഷം ഈ എർത്ത് അങ്ങ് ഇവിടുന്ന് അങ്ങ് റിമൂവ് ചെയ്യുക. എർത്ത് റിമൂവ് ചെയ്താലും സിറ്റുവേഷനിൽ യാതൊരു മാറ്റമില്ല. ഈ എൻഡിൽ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ടെന്ന് മാത്രം. ഇനി ഈ ഗ്ലാസ് റോഡിനെയും കൂടെ ഇവിടെ നിന്ന് അങ്ങ് റിമൂവ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക അറിയാമോ? ആ പോസിറ്റീവ് ചാർജ് ഈ സ്പിയറിനകത്ത് യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടും. ഇതിന്റെ ഫലമായിട്ട് ഈ ഗ്ലാസ് റോഡിൽ ഈ സ്പിയറിന് ഇപ്പോൾ എന്ത് ചാർജാണ് ലഭിച്ചിരിക്കുന്നത്? പോസിറ്റീവ് ചാർജ് ആണ് ലഭിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഈ മെറ്റൽ സ്പിയറിനെ ചാർജ് ചെയ്തിരിക്കുന്നത് ഏത് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ്? ചാർജിങ് ബൈ ഇൻഡക്ഷൻ. ഓക്കെ. നൗ അടുത്ത മെത്തേഡാണ് ചാർജിങ് ബൈ കണ്ടക്ഷൻ. ഇവിടെ എങ്ങനെയാണ് ഒരു ബോഡിയെ ചാർജ് ചെയ്യുന്നത് നോക്കൂ. ഇതൊരു അൺചാർജ്ഡ് മെറ്റൽ സ്പിയർ ആണ്. അതിനെ ഞാനൊരു ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡിന്റെ മുകളിൽ വെച്ചിരിക്കുകയാണ്. ഈ ബോഡി എനിക്ക് പോസിറ്റീവ്ലി ചാർജ് ചെയ്യണമെന്നിരിക്കട്ടെ ഈ മെത്തേഡ് ഉപയോഗിച്ചിട്ട്.
അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി എന്നറിയാമോ? പോസിറ്റീവ്ലി ആണ് ചാർജ് ചെയ്യേണ്ടതെങ്കിൽ ഒരു പോസിറ്റീവ് ചാർജ് ഉള്ള ഒരു റോഡ് കൊണ്ട് ഈ ബോഡിയെ ടച്ച് ചെയ്യുക. അപ്പൊ എന്ത് സംഭവിക്കുന്ന അറിയാമോ? നമുക്കറിയാം ഈ മെറ്റൽ സ്ഫിയറിനകത്ത് ധാരാളം ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. ഈ റോഡിന് പോസിറ്റീവ് ചാർജ് ലഭിക്കാനുള്ള കാരണം ആ റോഡിനകത്ത് ഇലക്ട്രോണിന്റെ ഡെഫിഷ്യൻസി ഉള്ളത് കൊണ്ടല്ലേ. അപ്പോൾ എന്ത് സംഭവിക്കുന്ന അറിയാമോ? ഈ റോഡ് ഉപയോഗിച്ച് ഈ അൺചാർജ്ഡ് മെറ്റൽ സ്ഫിയറിനെ ടച്ച് ചെയ്യുമ്പോൾ ഈ സ്ഫിയറിൽ നിന്നും കുറച്ച് ഇലക്ട്രോൺ എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യും? ഈ റോഡിനകത്തോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ഈ മെറ്റൽ സ്ഫിയറിനകത്ത് ഇലക്ട്രോണിന്റെ ഡെഫിഷ്യൻസി വരികയും ഈ മെറ്റൽ സ്ഫിയറിന് എന്ത് ചാർജ് ലഭിക്കും? പോസിറ്റീവ് ചാർജ് ലഭിക്കുകയും ചെയ്യും. ഈ രീതിയിൽ ഒരു ബോഡിക്ക് ചാർജ് ലഭിക്കുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? ചാർജിങ് ബൈ കണ്ടക്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് അറിയാമോ? ഇവിടെ ഈ ചാർജിങ് ബോഡിയുടെ അതേ ചാർജ് തന്നെയാണ് ഈ ബോഡിക്ക് ലഭ്യമാവുന്നത്. മറ്റൊരു പോയിന്റ്, കുറച്ച് ഇലക്ട്രോൺ ഈ ബോഡിക്കകത്തോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ഈ ചാർജിങ് ബോഡിയുടെ ചാർജ് കുറച്ചൊന്ന് കുറയുകയും ചെയ്യും ഈ മെത്തേഡിൽ. ഇനി നോക്കൂ, ഈ മെറ്റൽ സ്ഫിയറിനെ നമുക്ക് നെഗറ്റീവ്ലി ആണ് ചാർജ് ചെയ്യേണ്ടതെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? നെഗറ്റീവ് ചാർജ് ഉള്ള ഒരു ഗ്ലാസ് റോഡ് ഉപയോഗിച്ച് ഈ മെറ്റൽ സ്ഫിയറിനെ ടച്ച് ചെയ്യുക. അപ്പോൾ ഈ റോഡിന് നെഗറ്റീവ് ചാർജ് ലഭിക്കാനുള്ള കാരണം ആ റോഡിനകത്ത് എക്സസ് ഓഫ് ഇലക്ട്രോൺ ഉള്ളത് കൊണ്ടല്ലേ. അപ്പോൾ ഈ റോഡ് ഈ അൺചാർജ്ഡ് മെറ്റൽ സ്ഫിയറുമായിട്ട് ടച്ച് ചെയ്യുന്ന സമയത്ത് ഈ റോഡിൽ നിന്നും കുറച്ച് ഇലക്ട്രോൺ ഈ മെറ്റൽ സ്ഫിയറിലോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും അത് കാരണം ഈ മെറ്റൽ സ്ഫിയറിനകത്ത് എക്സസ് ഓഫ് ഇലക്ട്രോൺ വരികയും തന്മൂലം ഈ മെറ്റൽ സ്ഫിയറിന് എന്ത് ചാർജ് ലഭിക്കും? നെഗറ്റീവ് ചാർജ് ലഭിക്കും. ഓക്കെ, അപ്പൊ ഇവിടെയും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ റോഡിന്റെ ചാർജ് എന്താണോ അതേ ചാർജ് തന്നെയാണ് ഇതിന് ലഭിക്കുന്നത് അല്ലേ. പിന്നെ ഇതിൽ നിന്നും കുറച്ച് ഇലക്ട്രോൺ ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ഈ റോഡിന്റെ ചാർജ് കുറച്ച് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അപ്പൊ ചാർജിങ് ബൈ കണ്ടക്ഷൻ എന്ന മെത്തേഡിൽ ചാർജിങ് ബോഡിയുടെ ചാർജിന് ഒരല്പം കുറവ് സംഭവിക്കുന്നുണ്ട്. കൂടാതെ ഏതിൽ നിന്നും ഏതിലോട്ടേക്കായിരിക്കും ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്യുക? ഇപ്പൊ പോസിറ്റീവ്ലി ആണ് ചാർജ് ചെയ്യുന്നതെങ്കിൽ അൺചാർജ്ഡ് ബോഡിയിൽ നിന്നും ചാർജിങ് ബോഡിയിലോട്ടേക്കാണ് ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതേ സമയത്ത് നെഗറ്റീവ്ലി ആണ് ചാർജ് ചെയ്യുന്നതെങ്കിൽ ചാർജിങ് ബോഡിയിൽ നിന്നും അൺചാർജ്ഡ് ബോഡിയിലോട്ടേക്കാണ് ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇനി ഇവിടെ മറ്റൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് പറയാം. പ്രോബ്ലം ഒക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പോയിന്റ് ഒരുപാട് ഉപകരിക്കും. ഇതൊരു ഐഡന്റിക്കൽ സ്ഫിയേഴ്സ് ആണെന്നിരിക്കട്ടെ. ഈ ഐഡന്റിക്കൽ സ്ഫിയറിന്റെ ഈ സ്ഫിയറിന്റെ ചാർജ് Q1ഉം ഈ സ്ഫിയറിന്റെ ചാർജ് Q2ഉമാണ്. രണ്ടും ഐഡന്റിക്കൽ സ്ഫിയർ ആണ്. ഈ രണ്ട് സ്ഫിയറിനെയും ടച്ച് ചെയ്ത് റിമൂവ് ചെയ്യുകയാണെങ്കിൽ ദി ചാർജ് ഓഫ് ഈച്ച് സ്ഫിയർ ഈസ് ഗിവൺ ബൈ Q' ഈക്വൽ ടു Q1 പ്ലസ് Q2 ഡിവൈഡഡ് ബൈ 2. ഈ ഫോർമുല വളരെ ഇമ്പോർട്ടന്റ് ആണ്. പല പ്രോബ്ലത്തിനകത്ത് നമുക്ക് ഈ ഫോർമുല യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ ഇവിടെ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് ഒരു ബോഡിയെ ഏതൊക്കെ മെത്തേഡ് ഉപയോഗിച്ച് ചാർജ് ചെയ്യാം എന്നുള്ളതാണ്. ഏതൊക്കെയായിരുന്നു മെത്തേഡ്? 1 ചാർജിങ് ബൈ ഫ്രിക്ഷൻ, സെക്കൻഡ് ചാർജിങ് ബൈ ഇൻഡക്ഷൻ, തേർഡ് വൺ ചാർജിങ് ബൈ കണ്ടക്ഷൻ. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇലക്ട്രിക് ചാർജസിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്യാം. എങ്ങനെ നമുക്ക് ദി ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ബിറ്റ്വീൻ 2 പോയിന്റ് ചാർജസ് കണ്ടുപിടിക്കാം. ഇതൊക്കെയാണ് ഇനി അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഗുഡ് ബൈ.